ധീരതയോട് നയിച്ചാളോ ഞങ്ങളുടെ മാത്രമല്ല ഈ UDF വോട്ട് ചെയ്ത കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി നയിക്കണം എന്നാണ്. അദ്ദേഹത്തോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്ന നേതാവാണ്. താഴെത്തട്ടിലേക്ക് ഇറങ്ങി ആളുകളെ സംഘടിപ്പിക്കുന്ന നേതാവാണ്. മലയോര മേഖലയിൽ ഒരു പ്രതീക്ഷയാണ് VD സതീശൻ. ഇതൊന്നും ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊന്നുമല്ല. ഞങ്ങളൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ടൊന്നും കാണുന്നില്ല. ഇത് കോൺഗ്രസിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. ധീരതയോട് നയിച്ചാളോ ജനലക്ഷങ്ങൾ പിന്നാലെ സതീശ നേതാവേ സതീശ നേതാവേ ധീരതയോട് നയിച്ചാളോ ജനലക്ഷങ്ങൾ പിന്നാലെ. നമസ്കാരം. മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള സജീവമായ ചർച്ച നടക്കുകയാണ്. അതിനിടയിൽ ഒരുപറ്റം UDF പ്രവർത്തകർ VD സതീശന് അനുകൂലമായി പന്തം കൊളുത്തി പ്രകടനം നടത്തി. കോട്ടയം ജില്ലയിലെ ഏഞ്ചൽ വാലി മേഖലയിലുള്ള UDF പ്രവർത്തകരാണ് രാത്രിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. ഈ കിഴക്കൻ മലയോര പ്രദേശത്തിൻ്റെ ആവശ്യമാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, തങ്ങളുടെ പല പ്രശ്നങ്ങളിലും നേരിട്ട് VD സതീശൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് ഇവർ പറയുന്നതെന്നാണ് ഈ പ്രതിഷേധക്കാർ അല്ലെങ്കിൽ അനുകൂലമായി പന്തം കൊളുത്തി പ്രകടനം നടത്തിയ ആളുകൾ പറയുന്നത്. അവരിൽ ചിലർ നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇപ്പം UDF മുഖ്യമന്ത്രി VD ആകണം. അതാണ് VD സതീശൻ തന്നെ ആകണം മുഖ്യമന്ത്രി എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതായത് ഞങ്ങളുടെ മാത്രമല്ല ഈ UDF വോട്ട് ചെയ്ത കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹം VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി നയിക്കണം എന്നാണ്. എന്താണ് പ്രത്യേക താല്പര്യം അദ്ദേഹത്തിനോട്? അദ്ദേഹത്തോട് പ്രത്യേക താല്പര്യമൊന്നുമില്ല. അദ്ദേഹം സജീവമായി പ്രവർത്തിക്കുന്ന നേതാവാണ്. താഴെത്തട്ടിലേക്ക് ഇറങ്ങി ആളുകളെ സംഘടിപ്പിക്കുന്ന നേതാവാണ്. വെറും 21 MLA-മാരിൽ നിന്ന് 63 കോൺഗ്രസിൻ്റെ MLA-മാരുടെ എണ്ണം ഉയർത്തി. തീർച്ചയായും അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് അതിന് അർഹൻ. ഒരു പന്തം കൊളുത്തി പ്രകടനത്തിനാണ് എല്ലാവരും ഇറങ്ങി. ഒരു 100ഓളം ആളുകൾ ഉണ്ടായിരുന്നല്ലേ? പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ. അപ്പം ഞങ്ങൾ ഇന്നലെ കൂടി ആലോചിച്ച് ഇപ്പോൾ വൈകിട്ടത്തേന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഇത് കേട്ടറിഞ്ഞ ആളുകളൊക്കെ അതിൽ പങ്കെടുത്തു. അത് കൂടുതലും UDF കോൺഗ്രസ് പ്രവർത്തകരാണ്. ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ ഇങ്ങനെ ഒരു പ്രകടനമൊക്കെ നടത്തിയപ്പോൾ? ആരും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതൊന്നും ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമൊന്നുമല്ല. ഞങ്ങളൊരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ടൊന്നും കാണുന്നില്ല. ഇത് കോൺഗ്രസിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. VD സതീശനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ തീർച്ചയായും VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണം. അല്ല രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ഈ പാർട്ടിക്ക് ഉണ്ടായ തിരിച്ചടി ഉണ്ടാകല്ലേ എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ്, പാർട്ടിയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ VD വരട്ടെ എന്ന് പറയാം. ഞങ്ങളൊരു സന്തോഷമായിരുന്നു അല്ലേ? സന്തോഷമാണ് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും ഇവിടെ വനം വകുപ്പുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഇവിടെ ഓടിയെത്തിയത് VD സതീശനാണ്. കാരണം ഇവിടെ ഏഞ്ചൽ വാലി പമ്പാവാലി എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ വന്നിട്ടുണ്ടെന്ന് ഈയിടെ ഞങ്ങളോട് പറഞ്ഞു. അത്രയും രീതിയിൽ ഞങ്ങളെല്ലാം അറിയാവുന്ന ഒരു ആളാണ് VD സതീശൻ. പിന്നെ പോർച്ചുഗാരുമായിട്ട് നിരന്തരം പ്രശ്നങ്ങളുള്ള ഒരു ഏരിയ ആണിത്. അവരുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് പലരും വിധേയരായിട്ടുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ VD സതീശൻ അന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തുവാണെങ്കിലും ഇത് പോർച്ചുഗാരുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഇത് ഉൾപ്പെടുത്തത്തില്ല. അവർ പല കാര്യങ്ങളും ഇവിടെ അവരുടെ അധികാരം ഉപയോഗിച്ച് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം കിട്ടണമെങ്കിൽ VD സതീശനും ഉള്ള മുഖ്യമന്ത്രിമാർ ഇവിടെ വന്നാലേ കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. മലയോര മേഖലയിൽ ഒരു പ്രതീക്ഷയാണ് VD സതീശൻ. വിശ്വാസമാണ് അത് വിശ്വാസം തന്നെയാണ്. ഏതായാലും VD സതീശൻ തന്നെ മുഖ്യമന്ത്രി ആകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. എല്ലാവരും ഈ മേഖലയിൽ ഒന്നടങ്കമുള്ള ആളുകൾ പറയുന്നുണ്ടോ? ഉണ്ട്, എല്ലാ ആളുകളും. അതായത് ഇപ്പോൾ കോൺഗ്രസ്സുകാരല്ലാത്ത ആളുകൾ പോലും മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ വരട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. പാർട്ടിയെ സ്നേഹിക്കുന്നവരും അല്ലാത്തവരും നാടിൻ്റെ വികസനം കാക്ഷിക്കുന്ന ആളുകളും ഒക്കെ VD സതീശൻ തന്നെ വരട്ടെ എന്നാണ് പറയുന്നത്. ഈ രമേശ് ചെന്നിത്തലയുടെ പേരൊക്കെ പറയുന്നുണ്ട്, KC വേണുഗോപാലിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. അപ്പം അവരെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ അവരെപ്പറ്റി ഒന്നും അഭിപ്രായം പറയാൻ ആളുകളല്ലല്ലോ. അവരൊക്കെ വലിയ വലിയ നേതാക്കന്മാരാണ്. നമ്മൾ അവരെപ്പറ്റി ഒന്നും അഭിപ്രായം പറയുന്നില്ല. പക്ഷേ
നമ്മുടെ ആഗ്രഹം വി ഡി സതീശൻ വരണം. ഏതായാലും വി ഡി സതീശൻ അവരെ വിജയത്തിലേക്ക് നയിച്ചു. അതിനുള്ളൊരു സന്തോഷ പ്രകടനമാണ് ഇന്നലെ നടന്നത്. വി ഡി സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവുമായാണ് ഈ മേഖലയിലെ ജനങ്ങൾ ഒന്നടങ്കം ഒരു പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തി വി ഡി സതീശന് അനുകൂലമായി അവരുടെ നിലപാട് പ്രഖ്യാപിച്ചത്. ഏതായാലും ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായിരിക്കുകയാണ്. അതേസമയം വി ഡി സതീശൻ ഇപ്പോൾ ഒരു നിലപാട് എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനവും വേണ്ട, സാധാരണ MLA ആയി തന്നെ തുടരും എന്നാണ് അദ്ദേഹം നിലപാട് അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ ആരാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ളൊരു പ്രഖ്യാപനം ചർച്ചകൾക്ക് ശേഷം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും ഈ കിഴക്കൻ മലയോര പ്രദേശത്തെ ആളുകൾ പറയുന്നത് മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെയാകണം. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ട ജനതയാണ്. വനം വകുപ്പുമായി നിരന്തരമായ പ്രശ്നങ്ങളുണ്ടാകുന്നു. ബഫർ സോൺ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. തങ്ങളുടെ പട്ടയ പ്രശ്നം ഇതുപോലെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. അങ്ങനെ ഇവരുടെ സ്വന്തം ഭൂമിയിൽ നിന്നും കുടിയിറക്കപ്പെടേണ്ട സാഹചര്യങ്ങൾ എത്തിയപ്പോൾ അവിടെ ശക്തമായ നിലപാടുമായി എത്തിയത് വി ഡി സതീശനാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. അതിന് തങ്ങൾക്ക് മുന്നിൽ നയിച്ച ആ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകുന്നതാണ് തങ്ങൾക്ക് ഇഷ്ടമെന്നൊരു നിലപാടുമായാണ് ഇവർ ഇന്നലെ പന്തം കൊളുത്തി പ്രകടനമൊക്കെ നടത്തിയത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.